നമസ്കാരം. ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവം അശോക് ഖരത്തിന്റെ അടുത്ത അനുയായിയും ഭാര്യയും കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ അഹല്യാനഗർ ജില്ലയിലെ സമൃദ്ധി എക്സ്പ്രസ് വേയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ട്രക്കിൽ കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതേന്ദ്ര ഷെൽക്കെ, ഭാര്യ അനുരാധ എന്നിവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 14-കാരനായ ഇവരുടെ മകൻ ഗുരുതര പരിക്കോടെ ചികിത്സയിൽ തുടരുകയാണ്. ഈ അപകടം ആസൂത്രിതമാണോ എന്ന ആശങ്കകൾ ഇതോടെ ഉയർന്നിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നതെന്ന് കോപ്പർഗാവ് പോലീസ് അറിയിച്ചു. അപകട കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. RTO, ഓട്ടോമൊബൈൽ വിദഗ്ധർ തുടങ്ങിയ അധികാരികളുടെ സഹായത്തോടെ വിദഗ്ധ വിശകലനം നടത്തുമെന്ന് അഹല്യനഗർ പോലീസ് സൂപ്രണ്ട് സോമനാഥ് ഖാർഗെ അറിയിച്ചു. അപകടം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടിയാണ് തുടക്കമിട്ടിരിക്കുന്നത്. ബലാത്സംഗം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റിലായ ആൾദൈവം ഖരത്തിന്റെ അടുത്ത അനുയായിയായിരുന്നു കൊല്ലപ്പെട്ട ജിതേന്ദ്ര ഷെൽക്കെ. ഖരത്തിന്റെ ബിസിനസ് പങ്കാളിയും ആൾദൈവം സ്ഥാപിച്ച ശിവാനിക ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്നു ഷെൽക്കെ എന്നും പോലീസ് പറഞ്ഞു. അടുത്തിടെ നാസിക്കിലെ TCS ഓഫീസിൽ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ മതപരിവർത്തന ആരോപണം അശോക് ഖരത്തിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കുറ്റാരോപിതയായ നിത ഖാന്റെ പിതാവ് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അടുത്ത അനുയായിയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ കേസിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ജിതേന്ദ്ര ഷെൽക്കെയുടെ കുടുംബത്തിനുണ്ടായ ദുരന്തം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഖരത്തിന്റെ മറ്റ് ദുഷ്കൃത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അപകടം ആസൂത്രണം ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും NCP MLA രോഹിത് പവാർ പ്രതികരിച്ചു. 3 വർഷത്തോളം പീഡിപ്പിച്ചെന്നാരോപിച്ച് 35 വയസ്സുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 18-നാണ് മഹാരാഷ്ട്ര പോലീസ് ഖരത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഖരത്തുമായി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രുപാലി ചക്കങ്കർ രാജിവെച്ചിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. അശോക് കുമാർ ഖരത്തിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം 100ഓളം അശ്ലീല വീഡിയോകളും പിടിച്ചെടുത്തിരുന്നു. ഇയാൾക്ക് 1500 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാനും ജ്യോതിഷപരമായ ഉപദേശം തേടിയും എത്തിയിരുന്ന സ്ത്രീകളെ വശത്താക്കിയും ഭർത്താവിനെതിരെ ദുർമന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് സ്ത്രീകളെ അതിക്രമത്തിനിരയാക്കിയത്. തന്റെ ഭാര്യ 7 മാസം ഗർഭിണിയായിരിക്കെ ഖരത് പീഡിപ്പിച്ചതായി മുൻ ജീവനക്കാരൻ പരാതി നൽകിയിരുന്നു. അത്തരത്തിൽ ഒട്ടേറെ പേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അവ ഒളിക്യാമറ വെച്ച് പകർത്തിയിട്ടുണ്ടെന്നുമാണ് ഖരത്തിനെതിരെയുള്ള ആരോപണം. അന്വേഷണത്തിനിടെ നിരവധി പേരുകൾ ഉയർന്നു വരുമെന്നതിനാൽ ഖരത് ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടാൻ പോലും സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതാവ് പ്രണീത് ഷിൻഡെ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഖരത്തിന്റെ താവളത്തിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. തനിക്ക് അത്ഭുത ശക്തികളുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ റിമോട്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വ്യാജ പാമ്പുകളെ ഇയാൾ ഉപയോഗിച്ചിരുന്നു. കടുവയുടെ തോലുകളും വന്യജീവി അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ച് ഇരകളെ മാനസികമായി തളർത്തും. 100 രൂപ മാത്രം വിലയുള്ള വസ്തുക്കൾക്ക് അനുഗ്രഹീത വസ്തുക്കൾ എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ വരെ ഇയാൾ ഈടാക്കിയിരുന്നു. അനുഗ്രഹങ്ങൾ നടപ്പാകാൻ സഹായിക്കുന്ന പൂജാവസ്തുക്കൾ എന്ന പേരിൽ ചെറിയ കല്ലുകളും പുളിങ്കുരുവും മറ്റുമാണ് ഖരത് വിറ്റിരുന്നതെന്നും അതിനായി ലക്ഷങ്ങളാണ് വാങ്ങിയിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമായിരുന്നു ഇയാൾ നയിച്ചിരുന്നത്. 150ഓളം വിദേശയാത്രകൾ നടത്തിയ ഖരത്തിന് 52 സ്ഥലങ്ങളിൽ സ്വത്തുക്കളുണ്ടെന്നാണ് റിപ്പോർട്ട്. നാസിക്കിലെ മിർഗാവിലുള്ള ഈശാനേശ്വർ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനായ ഇയാൾക്ക് വലിയൊരു ആൾദൈവ സാമ്രാജ്യം തന്നെയുണ്ടായിരുന്നു. ഖരത്തിന്റെ അറസ്റ്റ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അതിനാൽ തന്നെ ഇപ്പോൾ അടുത്ത അനുയായിയുടെയും ഭാര്യയുടെയും മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നവരും ഏറെയാണ്.